ഹലോ, എല്ലാവർക്കും ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ചൈനയിലെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട്, എന്തൊക്കെയാണ് ചേച്ചി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ ഇന്ന് ഏതൊക്കെയായാലും ഞാൻ എൻ്റെ മകൻ്റെ യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുകയാണ്. ഈസ്റ്റർ ദിവസമാണ് വന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, എൻ്റെ മകൻ ഇവിടെ കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് ഷെജിയാങ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയായാലും വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ചൈനയിൽ പഠിക്കണമെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ മാത്രമാണ്. ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുക. പിന്നെ ചൈനയിൽ പഠിക്കാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പറയാം, ലോകത്തിൽ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റികളുള്ളത് ചൈനയിൽ തന്നെയാണ്. അത് കുറച്ച് യൂണിവേഴ്സിറ്റിയുടെ പേര് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഫീസ്, ലിവിങ് കോസ്റ്റ് ഇതൊക്കെ താരതമ്യേന മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. എങ്കിലും ഫുഡിൻ്റെയൊക്കെ ഓരോ കുട്ടികളെ അപേക്ഷിച്ചിട്ടിരിക്കും കേട്ടോ. അത് അവർ റൂമിൽ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കഴിക്കുന്നവർക്കും വെജിറ്റബിളൊക്കെ കഴിക്കുന്നവർക്കൊക്കെ കുറച്ച് പൈസ കുറവായിരിക്കും. അല്ലാതെ അതേത് തരത്തിൽ വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ വരേണ്ടത് ആ യൂണിവേഴ്സിറ്റിയുടെ വേൾഡ് റാങ്കിങ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഏത് കൺട്രിയിൽ പഠിക്കുമ്പോഴാണ് ഏത് യൂണിവേഴ്സിറ്റിയുടെ വേൾഡ് റാങ്കിങ്ങിൽ ടോപ്പായിട്ടുള്ളത് എന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാവും. ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ആഡ് ചെയ്തതിന് ശേഷം അത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ ഇമെയിലായിട്ട് എല്ലാ ഡീറ്റെയിലും അയച്ചു തരും യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ചില യൂണിവേഴ്സിറ്റിയിൽ 400 RMB ഒക്കെ, ഒരു 4000 രൂപയൊക്കെ ഫീസ് വരുമായിരിക്കും ഇങ്ങനെ ജസ്റ്റ് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ. എന്നാൽ ചില യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെ ഫീസൊന്നും വരുന്നതുമില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഇവർ ഡോക്യുമെൻറ്റ്സൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ സെലക്റ്റഡ് ആയതെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കും കേട്ടോ. ഇൻ്റർവ്യൂ ഒക്കെ ഓൺലൈനിലൂടെ ചെയ്തിട്ട് സെലക്റ്റഡ് ആയി എന്നുള്ളത് ഇമെയിലിൽ നമുക്ക് അയച്ചു തരുന്നതാണ്. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഏജൻറ്റ് ത്രൂ പോകണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഏജൻസി ത്രൂ പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ പോകുന്നതിലും വിരോധമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. ഞാൻ എൻ്റെ മോൻ അങ്ങനെയാണ് തന്നെയാണ് അഡ്മിഷൻ എടുത്തത്. എനിക്കറിയാവുന്നവരോടൊക്കെ ഇത് പറഞ്ഞു. പിന്നെ പലർക്കും ഉള്ള ഒരു സംശയം, സേഫ് ആണോ, ഇപ്പോൾ പെൺകുട്ടികളൊക്കെ വന്നാൽ ചൈനയിൽ പഠിക്കാൻ സേഫ് ആണോ എന്ന് പലർക്കും ഒരു സംശയമുണ്ട്. അത് ഞാൻ ഉറപ്പ് പറയുന്നു, ചൈനയിൽ വളരെ സേഫായിട്ടുള്ള ഒരു രാജ്യമാണ്. അത് നിങ്ങൾക്ക് പെൺകുട്ടികൾക്കോ ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ വരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. സേഫായിട്ടുള്ളൊരു രാജ്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ മൂന്നാമത് നിങ്ങൾക്കുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലഹരി ഉപയോഗത്തെക്കുറിച്ച് പലർക്കും ഒരു ചെറിയൊരു സംശയമെങ്കിലും ഉണ്ടായിരിക്കും. എങ്കിൽ അതിന് ഞാൻ ഉറപ്പ് പറയുന്നു, ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ മാത്രമല്ല ഒരിടത്തും ലഹരി ഉപയോഗം ഇവിടെ പാടില്ല. അങ്ങനെ ലഹരി ഉപയോഗിച്ചാൽ ഭയങ്കര ശിക്ഷയായിരിക്കും കിട്ടുക. പുറം ലോകം കാണാൻ അവർക്ക് പറ്റത്തില്ല എന്ന് തന്നെ പറയാം. ഒരു പരിധിയിൽ കൂടുതൽ ലഹരി ഉപയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തൊന്നും ആരും ലഹരി ഉപയോഗിക്കാറില്ല. അത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ മകൻ്റെയൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ അവർ ഒരു ഹെയർ ടെസ്റ്റ് ഉണ്ട്. ഹെയർ അവർ കട്ട് ചെയ്തിട്ട് അവർ ടെസ്റ്റ് ചെയ്യും ഈ കുട്ടി ലഹരി ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ എന്ന്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആയെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടത്തു തന്നെ ഉള്ളൂ. അതെനിക്കൊരു നല്ല പോയിൻ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലഹരി ഉപയോഗമില്ല. അതുകൊണ്ട് പേരൻസിന് സേഫായിട്ട് മക്കളെ ചൈനയിലോട്ട് ആ കാര്യത്തിൽ അയക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അത്രത്തോളം പ്രദേശമുണ്ട്, നമുക്ക് നടന്നൊന്നും കണ്ടു തീരൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാറിൽ തന്നെ ചുറ്റി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. പിന്നെ ഫുഡിൻ്റെ കാര്യം. ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുഡൊന്നും ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ച് ആരും വരണ്ട.
ഇന്ത്യൻ ഫുഡൊക്കെ കുറവായിരിക്കും. ചൈനീസ് ഫുഡാണ് കൂടുതലും. പിന്നെ മക്ഡൊണാൾഡും KFC ഒക്കെ ഉണ്ടാവും. ഫുഡ് പിന്നെ നമ്മൾക്ക് ഹോസ്റ്റലിൽ ഇങ്ങനെ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഹലാൽ വേണ്ടവർക്ക് ഹലാലും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫുഡുകളും ഉണ്ട് ക്യാൻറ്റീനിൽ. അപ്പോൾ അതൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ കാലാവസ്ഥയെക്കുറിച്ച് പലർക്കും സംശയം ഉണ്ടാവും. കാലാവസ്ഥ ജൂലൈ ആഗസ്റ്റ് മാസമാണ് ഇവിടെ ഭയങ്കര ചൂടുകാലം. ആ സമയത്ത് ഇവിടെ ഹോളിഡേയ്സ് ആയിരിക്കും. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ ജാനുവരി ഫെബ്രുവരി ആ സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും. ആ സമയത്ത് ന്യൂ ഇയറിൻ്റെ ഹോളിഡേ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടും പ്രശ്നമില്ല. പിന്നെ ഇവിടെ ക്ലാസ് തുടങ്ങുന്നത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും പുതിയ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചൈനയിലെ യൂണിവേഴ്സിറ്റിയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ ഇതുപോലത്തെ ഷോപ്പുകളൊക്കെ ഉണ്ടാവും കേട്ടോ. കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും കുടിക്കാം. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. കോളേജിൻ്റെ ഇങ്ങനെയുള്ള ഇതുകളായതുകൊണ്ട് തന്നെ വളരെ ചീപ്പായിട്ട് കുട്ടികൾക്ക് മേടിക്കാൻ കിട്ടും. 5 രൂപ 2 രൂപ 5 രൂപ അങ്ങനെ പല റേറ്റിലും 10 താഴെ രൂപയുടെ റേറ്റിൽ ഒരുപാട് സാധനങ്ങൾ ഇവിടെ മേടിക്കാൻ വേണ്ടി കിട്ടും. എല്ലാത്തിനും സ്റ്റുഡൻ്റ് ID വേണം. അത് കാണിച്ചിട്ടാണ് അവിടെ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ കയറണമെങ്കിൽ പോലും സ്റ്റുഡൻസ് ID ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കയറാൻ കഴിയത്തുള്ളൂ. പിന്നെ ഇലക്ട്രിക് ബൈക്കുകൾ നമുക്കിവിടെ ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും ഇലക്ട്രിക് ബൈക്കുകളാണ് ഉപയോഗിക്കുന്നത്. സൈക്കിളും ഉണ്ട് കേട്ടോ അവിടെ യൂണിവേഴ്സിറ്റിയുടെ അവിടെ തന്നെ. അപ്പോൾ അതൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ ചാർജിങ് പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ചെറിയ പൈസ ആവുള്ളൂ കേട്ടോ. 2 RMB അതൊക്കെ ആവത്തുള്ളൂ അവർക്ക് ഈ ബൈക്കിൻ്റെ ചാർജിങ് പൈസ അത്രയൊക്കെ ആവത്തുള്ളൂ. ഇത് മകൻ്റെ ഹോസ്റ്റലാണ്. എല്ലാ രാജ്യത്തു നിന്നുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവൻ താമസിക്കുന്ന 5ാം നിലയിലായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടൊന്നും കയറിപ്പോയില്ല. അത്രയും സ്റ്റെപ്പ് കയറി വേണം പോകാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ലിഫ്റ്റൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഇതുപോലെ വണ്ടികളൊക്കെ വെക്കാൻ വേണ്ടി പറ്റും. ഇവർക്ക് തുണി വാഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇതുപോലെ എല്ലാവർക്കും വേണ്ടിയുള്ള വാഷിംഗ് മെഷീനുകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് വേണ്ടതെന്നുള്ളതിൽ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്തിട്ട് അവർക്ക് എപ്പോൾ വേണേലും വന്ന് തുണി വാഷ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ജ്യൂസൊക്കെ മേടിക്കണമെങ്കിൽ വന്ന് ജ്യൂസ് മേടിക്കാം. സ്റ്റുഡൻ്റ് ID അല്ലെങ്കിൽ ഫേസ് സ്കാൻ ചെയ്തതിന് ശേഷമാണ് ഇതിലോട്ട് ഓപ്പൺ ചെയ്യാനും ഇതിലോട്ട് കയറാനും ഇറങ്ങാനും കഴിയത്തുള്ളൂ. പുറത്തുനിന്നുള്ള ഒരാൾക്കും ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല സേഫാണ്. പിന്നെ എല്ലാ സ്ഥലങ്ങളും ക്യാമറകളാണ്. അതുകൊണ്ട് ഒരു കാര്യങ്ങളും നടക്കില്ല. നല്ല സേഫായിട്ട് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ എല്ലായിടത്തും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും. എല്ലായിടവും സേഫാണ് ഇവിടെ. ക്യാമറകളുള്ളത് കൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ. മോൻ പറയാറുണ്ട് ഓരോരുത്തർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഉടനെ അത് അവരുടെ ഗ്രൂപ്പിൽ അതിൻ്റെ പിക്ചർ അടക്കം അതിൽ ഗ്രൂപ്പിൽ ഇവരിടും എന്നുള്ളത്. അപ്പം കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ബൈക്കുകളാണ് നിങ്ങളിവിടെ കാണുന്നത് മുഴുവൻ. അത് ചാർജ് ചെയ്യാനുള്ള പോയിൻറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഹോസ്റ്റലിൻ്റെ ഏരിയ ആണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവന് വിൻ്ററായി ഇതിപ്പോൾ സമ്മർ തുടങ്ങുമല്ലേ, അപ്പോഴത്തേനും വിൻ്ററിൻ്റെ ഡ്രസ്സെല്ലാം ഞങ്ങൾക്ക് വീട്ടിലോട്ട് തന്നു വിടുന്നതാണ്. അപ്പോൾ അതെല്ലാം അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. പിന്നെ ഞാൻ കുറച്ച് ക്യാൻറ്റീൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് ക്യാൻറ്റീൻ. ഞാൻ വന്നപ്പോഴത്തേനും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഞ്ച് ടൈം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഫുഡ് നമ്മൾ മേടിച്ചിട്ട് ഇവിടെ സ്റ്റുഡൻ്റ് ID സ്കാൻ ചെയ്യുകയാണ് ചെയ്യാറ്. ചെറിയ പൈസ ആവുള്ളൂ കേട്ടോ. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. ചോപ്സ്റ്റിക്കും ഒക്കെ കൊണ്ടാണ് ഇവിടെ എല്ലാവരും കഴിക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് ക്യാൻറ്റീനുകളുണ്ട്. ഒരു ഏരിയ മൊത്തം ക്യാൻറ്റീൻ, വെറൈറ്റി ഫുഡുകളുടെ തന്നെ ഒരു ലോകമാണ്. ഒത്തിരി ക്യാൻറ്റീനുകളുണ്ട്. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്, കുഴപ്പമൊന്നുമില്ലെന്നാണ് മോൻ പറഞ്ഞത്. പിന്നെ ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര മടിയായതുകൊണ്ടാണ് ഞാൻ അവനെക്കൊണ്ട് ഈ കാര്യങ്ങളൊന്നും പറയിപ്പിക്കാതിരുന്നത്. പിന്നെ അവൻ കാണാതൊക്കെയാണ് അവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തത്. കാരണം അവനത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അവനോട് ചോദിച്ചൊന്നും ബുദ്ധിമുട്ടിപ്പിക്കാത്തത്. ക്യാമ്പസിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിരിക്കുന്നു.
എല്ലാ ക്യാമ്പസും തന്നെ ഇങ്ങനെയാട്ടോ. ചൈനയിലെ യൂണിവേഴ്സിറ്റികൾ എല്ലാം തന്നെ ഇങ്ങനെയാണ്, വളരെ വലുതാണ്. നമുക്ക് നടന്ന് കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അവനെ ഒരു ബൈക്കെല്ലാം ഇവിടെ മേടിച്ചത്. കാരണം ഒരു ക്ലാസ്സിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് 20 മിനിറ്റൊക്കെ വേണമെന്ന് അവൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ അവിടെ എത്താൻ വേണ്ടി പറ്റില്ല. ആദ്യം ഒരു സൈക്കിളായിരുന്നു മേടിച്ചു വെച്ചത്, പിന്നെ അവൻ തന്നെ മേടിച്ചതാണ്. അപ്പം ഞങ്ങളും അതിലെ കൂടെ ബൈക്കെല്ലാം ഓടിച്ചൊക്കെ ഒന്ന് നമ്മുടെയും ഒരു ചെറുപ്പകാലമൊക്കെ നമ്മളും ഒന്ന് ഓർത്തെടുക്കുമായിരുന്നു അതിലെ കൂടെ നടന്നിട്ട്. ഇതൊക്കെ ടീച്ചേഴ്സിൻ്റെ കാറുകളൊക്കെയാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻറ്റ് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഒരു കുട്ടിയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ ജിമ്മും ബാഡ്മിൻ്റൺ എല്ലാ എക്സ്ട്രാ ആക്ടിവിറ്റീസിനുള്ള സ്ഥലങ്ങളുണ്ട്. ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, ജിംനേഷ്യം ഉണ്ട്, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലമുണ്ട്, ബാസ്കറ്റ് ബോള്, എല്ലാ എക്സ്ട്രാ ആക്ടിവിറ്റീസിനുള്ള സ്ഥലങ്ങളും ഉണ്ട്. അതിനെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഇവർ കൊടുക്കാറുമുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾക്കെല്ലാം ഞാൻ മറുപടി തന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളെക്കുറിച്ചോ അഡ്മിഷൻ എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ താഴെ കമൻ്റായിട്ടിടുക, ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏജൻസിയുടെ വലയിലൊന്നും പോയി പെടാതെ, ഒരുപാട് പൈസയൊന്നും മുടക്കാതെ തന്നെ ചൈനയിൽ വന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സ്കോളർഷിപ്പ്, ഒരുപാട് കോഴ്സിന് സ്കോളർഷിപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചൈനയിൽ വന്ന് പഠിക്കുക. പക്ഷേ ചൈന നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു രാജ്യമേ അല്ല. പലരും പലതരത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, അതുപോലെയൊന്നും അല്ല കേട്ടോ. ചൈനയിൽ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ചൈന എത്രത്തോളം മനോഹരമാണെന്നും ചൈനയിലെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ചൈനയിൽ വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത്രയും ദൂരം ഞങ്ങൾ യാത്ര ചെയ്തിട്ടും ചൈനയിലെ യൂണിവേഴ്സിറ്റി കണ്ടു തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഒരുപാടുണ്ട്, പക്ഷേ നിങ്ങളതൊക്കെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ. കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.